ഒരു സിനിമയിലെ ഏറ്റവും വലിയ സ്റ്റാർ അതിലെ നായകനാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നമ്മൾ ഇന്ന് ടിക്കറ്റ് എടുക്കുന്ന ഹീറോയെ കാണാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ആ ഹീറോ വരുമ്പോൾ പിന്നെ വരുന്ന തിയേറ്റർ മൊത്തം വിറപ്പിക്കുന്ന ഒരു BGM കേട്ട രോമാഞ്ചം കൊള്ളാൻ കൂടിയാണ്. സിനിമയുടെ ഏറ്റവും വലിയ താരം അതിലെ ഹീറോയോ ഡയറക്ടറോ അല്ല, അതിലെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു യുഗത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഒരു മാറ്റത്തിന് പിന്നിൽ ഒരൊറ്റ പേരേ ഉള്ളൂ, ഇന്ത്യ മുഴുവൻ ആരാധിക്കുന്ന അനിരുദ്ധ് രവിചന്ദർ. കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ജയിലർ 2ന്റെ ടീസർ ഓർമ്മയില്ല. എല്ലാവരും രജനീകാന്തിന്റെ വരവിനായി കാത്തിരുന്നപ്പോൾ സോഷ്യൽ മീഡിയ ശരിക്കും തീ പിടിപ്പിച്ച അനിരുദ്ധിന്റെ BGM ആയിരുന്നു. 2023 ജയിലർ 1ന്റെ സിനിമ സക്സസ് മീറ്റിൽ രജനീകാന്ത് തന്നെ പറയുന്നുണ്ട്, BGM ചെയ്യുന്നതിന് മുന്നേ കണ്ട സിനിമ എന്നത് ഒരു സാധാരണ സിനിമയായിരുന്നു, പക്ഷെ BGM ചെയ്ത് കഴിഞ്ഞപ്പോൾ സിനിമ മറ്റൊരു ലെവലിലേക്ക് മാറി എന്നാണ്. ശരിക്കും സിനിമ ഇറങ്ങിയ ശേഷവും രജനീകാന്തിന്റെ സ്ക്രീൻ പ്രസൻസിനൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുകളിൽ ആളുകൾ സംസാരിച്ച ആ BGMനെ കുറിച്ചാണ്. എന്തിന് നമ്മൾ മലയാളികൾ പോലും ലാലേട്ടൻ മാത്യുവായി ക്യാമിയോ റോളിൽ വരുന്ന ആ സമയത്ത് അദ്ദേഹത്തിന് കൊടുത്ത ആ BGM ഈ അടുത്ത കാലത്തൊന്നും മോഹൻലാലിന്റെ മലയാള സിനിമകളിൽ പോലും കേൾക്കാത്ത ഒരു ടൈപ്പായിരുന്നു. ഇൻസ്റ്റാഗ്രാം റീൽസിലും യൂട്യൂബ് ഷോർട്സിലും എവിടെ നോക്കിയാലും ജയിലർ തീം ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോൾ വന്ന ജയിലർ 2 ടീസറും അതേ ട്രെൻഡ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഫുട്ബോൾ മാച്ച് എഡിറ്റുകൾ മുതൽ ഈ വെക്കേഷൻ വീഡിയോ വരെ എന്തിന് തീ പാറുന്ന ഈ BGM ഒരു വേറൊരു എനർജിയാണ് കൊടുക്കുന്നത്. ജയിലർ മാത്രമല്ല, കഴിഞ്ഞ മാസം ഇറങ്ങിയ DC എന്ന ലോകേഷ് കനകരാജ് ആദ്യമായി നായകനാകുന്ന സിനിമയുടെ ട്രെയിലർ പോലും ശ്രദ്ധിക്കപ്പെട്ടത് ഈ BGM കൊണ്ട് മാത്രമാണ്. ഇൻസ്റ്റാഗ്രാം റീൽസുകളിൽ മില്യൺ കണക്കിന് ആളുകളാണ് ഈ BGM യൂസ് ചെയ്തിരിക്കുന്നത്. സിനിമയേക്കാൾ വലുതായി അതിന്റെ BGM വളർന്നു. ഇതിന് പിന്നിലെ മാസ്റ്റർ പ്ലെയർ അനിരുദ്ധായിരുന്നു. വെറും ഒരു ഹിറ്റ് BGM കൊടുക്കുക മാത്രമല്ല, മറിച്ച് അത് ഉപയോഗിച്ച് ഒരു സിനിമയെ എങ്ങനെ വൈറലാക്കി മാറ്റാം എന്നതിന്റെ ഫോർമുല ഇൻഡസ്ട്രിക്ക് കാണിച്ചു കൊടുത്ത അനിരുദ്ധാണ്. അപ്പോൾ എന്താണ് അനിരുദ്ധിന്റെ ഈ സീക്രട്ട് ഫോർമുല? എങ്ങനെയാണ് അയാൾ ഇത് ചെയ്യുന്നത്? അതിനുള്ള 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഈ മനുഷ്യൻ തുടക്കം മുതലൊരു സംഭവമായിരുന്നു എന്നാണ്. അതായത് 23-ാം വയസ്സിൽ വൈദീസ് കൊലവരീഡി എന്ന ഒറ്റ ഗാനം കൊണ്ട് ലോകത്തെ കീഴടക്കിയ മനുഷ്യനാണ്. അപ്പോൾ കഴിവിന്റെ കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, അസാധ്യമായ ഫ്യൂഷൻ ടെക്നിക്കാണ്. അതായത് ഈ ടെക്നോ ഡബ് സ്റ്റെപ്പ് പോലുള്ള ഏറ്റവും പുതിയ സംഗീതം എടുത്ത് അതിനെ ഇന്ത്യൻ ട്യൂണുകളുമായി അദ്ദേഹം മിക്സ് ചെയ്യുന്നു. ഉദാഹരണത്തിന് ജവാൻ, ഷാരൂഖ് ഖാന്റെ ജവാൻ സിനിമ എന്ന് ഓർത്തു. അതിലെ മ്യൂസിക് കേട്ടാൽ BGM കേട്ടാൽ നമുക്ക് നോർത്ത് ഇന്ത്യൻ സിനിമയാണോ സൗത്ത് ഇന്ത്യൻ സിനിമയാണോ ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്കും മിക്സ് ചെയ്താണ് അദ്ദേഹം അത് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലെ സോങ്സ് മൊത്തം ഒരു ഇന്ത്യ മുഴുവനായിട്ടൊരു പുതിയൊരു സൗണ്ട് കൊണ്ടുവരിക ചെയ്തത്. മൂന്നാമത്തെ കാര്യം, അദ്ദേഹത്തിന്റെ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നത് ഇമോഷണൽ ഓവർലോഡാണ്. വിക്രം, ലിയോ പോലുള്ള സിനിമകളിൽ നായകന്റെ ദേഷ്യവും സംഘടവും പ്രതികാരവും എല്ലാം സിനിമ കാണുന്ന പ്രേക്ഷകന്റെ സിരകളിലേക്ക് പടത്തിവിടാൻ അതിലെ BGM കൊടുത്ത എനർജി ചെറുതല്ല. അതുപോലെ സൈലൻസിനെ പോലെ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആക്കി ഉപയോഗിക്കാൻ അനിരുദ്ധിന് അറിയാം. ഒരു വലിയ ബീറ്റ് ഡ്രോപ്പിന് തൊട്ട് മുമ്പുള്ള 1-2 സെക്കൻഡ് നേരത്തെ സൈലൻസ് പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്ന ആകാംക്ഷയാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആയുധം. പലപ്പോഴും സംഗീത സംവിധായകർ സ്റ്റുഡിയോയുടെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്നവരാണ്. എന്നാൽ അനിരുദ്ധ് അവിടെയും വ്യത്യസ്തനാണ്. തന്റെ സംഗീതം പോലെ തന്നെ സ്റ്റൈലിഷ് ആണ് അദ്ദേഹത്തിന്റെ ജീവിതവും. ഫാഷനിലും സ്റ്റേജ് ഷോകളിലും സോഷ്യൽ മീഡിയ ഇന്ററാക്ഷനിലും അദ്ദേഹം ഒരു യഥാർത്ഥ റോക്ക് സ്റ്റാറായി മാറുന്നു. ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ മ്യൂസിക് ഇവന്റുകൾ ഒന്നാണ് അനിരുദ്ധിന്റെ ലൈവ് ഷോകൾ. 10,000 കണക്കിന് ആരാധകരാണ് അദ്ദേഹത്തിന്റെ സംഗീതം കേൾക്കാൻ സ്റ്റേഡിയങ്ങളിൽ തടിച്ചുകൂടുന്നത്. സ്റ്റേജിൽ അദ്ദേഹം ഒരു കമ്പോസർ മാത്രമല്ല, ഒരു ഗായകനും ഒരു എനർജറ്റിക് പെർഫോമറുമായി മാറുന്നു. ഈ എനർജിയാണ് പുതിയ തലമുറ അദ്ദേഹത്തിലേക്ക് വലിച്ചടിപ്പിക്കുന്നത്. റിപ്പോർട്ടർ പ്രകാരം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സംഗീത സംവിധായകർ ഒരാളാണ് അനിരുദ്ധ്. ഒരു സിനിമയ്ക്ക് ഏകദേശം 10 കോടി അടുപ്പിച്ച് പ്രതിഫലം വാങ്ങുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് പല സൂപ്പർ താരങ്ങളെ പ്രതിഫലത്തോട് പോലും കിടപിടിക്കുന്ന ഒരു സംഖ്യയാണ്. ഒരു മ്യൂസിക് ഡയറക്ടറുടെ മാർക്കറ്റ് വാല്യൂ സിനിമയുടെ ബിസിനസ്സിൽ എത്രത്തോളം പ്രധാനമാണ് ഇതിൽ നിന്ന് വ്യക്തമാണ്. അതുപോലെ സിനിമയുടെ പോസ്റ്ററിൽ അനിരുദ്ധിന്റെ പേരുണ്ടെങ്കിൽ അതിന്റെ ഓഡിയോ റൈറ്റ്സിനും മ്യൂസിക്കൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലെ കാഴ്ചക്കാർക്കും അതൊരു വലിയ ഗ്യാരണ്ടിയാണ്. അനിരുദ്ധിന്റെ വരവോടെ സിനിമയുടെ മാർക്കറ്റിംഗ് രീതികൾ പോലും മാറി തുടങ്ങി. പണ്ടൊക്കെ സിനിമയുടെ ട്രെയിലർ വന്നതിന് ശേഷമാണ് സംഗീതം നോട്ട് ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇന്ന് ട്രെയിലർ കട്ട് ചെയ്യുന്നത് പോലും അനിരുദ്ധിന്റെ BGM കൈ കിട്ടിയതിന് ശേഷമാണെന്ന് ഇൻഡസ്ട്രിയിൽ ഒരു സംസാരമുണ്ട്. കാരണം ആ താളത്തിനൊത്ത് ഫ്രെയിമുകൾ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇമ്പാക്ട് വളരെ വലുതാണ്. അനിരുദ്ധിന്റെ സംഗീതം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വൈറലാകാൻ പാകത്തിനാണ് പലപ്പോഴും ചിട്ടപ്പെടുന്നത്. അതായത് ഇൻസ്റ്റാഗ്രാം റീൽസിനും യൂട്യൂബ് ഷോർട്സിനും വേണ്ടിയുള്ള പ്രത്യേകം കട്ട് ചെയ്തെടുത്ത 15-20 സെക്കൻഡ് ദൈർഘ്യമുള്ള ഹുക്കുകൾ അദ്ദേഹത്തിന്റെ മിക്ക BGMലും കാണാൻ പറ്റും. ഓരോ പാട്ടിലൂടെ അദ്ദേഹം ഒരു പുതിയ സോഷ്യൽ മീഡിയ ട്രെൻഡ് സൃഷ്ടിക്കുകയാണ്. മാസ്റ്ററിലെ വാത്തി കമ്മിങ്, വിക്രമിലെ തീം, അതുപോലെ ജയിലർ, ഇതൊക്കെ ഉണ്ടാക്കിയ മാസീവ് ഓൺലൈൻ തരംഗങ്ങൾ ചില്ലറയല്ല. സിനിമ കാണാത്തവരെ പോലെ അദ്ദേഹം തന്റെ സംഗീതത്തിന്റെ ആരാധകരാക്കി മാറുന്നു. ഒരു സിനിമ ഹിറ്റാകാൻ റിലീസിന് മുമ്പുള്ള ഹൈപ്പ് വളരെ അത്യാവശ്യമാണ്. ഇന്ന് ഇന്ത്യയിൽ അനിരുദ്ധിനേക്കാൾ വലിയ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന മറ്റൊരാളില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അനിരുദ്ധിന്റെ BGM ഏതാണ്? വിക്രമാണോ, അതോ ലിയോ ആണോ, അതോ ജയിലറാണോ? ഉത്തരങ്ങൾ കമന്റ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.